ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക്. ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് മാമാങ്കം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവുമില്ലാത്ത ഒരു സംഗതിയാണ്. കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് വലിയ ഈവന്റ് മാനേജ്മെന്റ് കമ്പനികളെ നടത്തിപ്പേൽപ്പിച്ച് വലിയ പ്രചാരണം നൽകി വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നടത്തുന്നത് എന്ന് അവകാശപ്പെടുന്ന ഈ ലോക കേരള സഭ കഴിഞ്ഞ കാലങ്ങളിലെ ലോക കേരള സഭ കൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ടായി എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ സർക്കാർ അതിൻ്റെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിടണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ലോക കേരള സഭ കൊണ്ട് പ്രവാസി സമൂഹത്തിനും നമ്മുടെ നാടിനും ഉണ്ടായിട്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസികളുടെ സാമൂഹ്യ വെൽഫെയർ സ്കീമുമായി ബന്ധപ്പെട്ട് ഈ ലോക കേരള സഭയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസി മലയാളികളുടെ നിക്ഷേപം കേരളത്തിൽ ലോക കേരള സഭയുടെ പേരിൽ എന്തെല്ലാം നിക്ഷേപങ്ങളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്? ലോക കേരള സഭയുടെ തീരുമാനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവാസി സമൂഹം ഇവിടെ ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങൾ എന്തെല്ലാമാണ്? കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസികളും സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവർ നടത്തിയിട്ടുള്ള നടപടികളും എന്തൊക്കെയാണ്? ലോക കേരള സഭയിലേക്ക് പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? അവർ കേരളത്തിനും പ്രവാസ ലോകത്തിനും നൽകുന്ന സംഭാവനകൾ എന്തൊക്കെയാണ്? ഈ ഒരു ലോക കേരള സഭ കൊണ്ട് എന്തെല്ലാം പുതിയ നിക്ഷേപങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ലോക കേരള സഭയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള പുതിയ സംരംഭങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി സർക്കാരിന് അവരുടെ മുമ്പിൽ വെച്ച പദ്ധതികൾ എന്തൊക്കെയായിരുന്നു? ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് സർക്കാർ ഉത്തരം പറയണം. കാരണം ഇതിപ്പോൾ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിദാരുണമായിട്ടുള്ള ഒരു ദുരന്തം കുവൈത്തിലുണ്ടായി. കുവൈത്തിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ പ്രവാസി മലയാളികൾ, അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഇടപെട്ടിട്ടുണ്ടോ? കേരളത്തിലെ രണ്ട് മുന്നണികളും പ്രവാസി മലയാളികളെ ഒരു കറവ പശുവായി കാണുന്നവരാണ്. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. കേരളത്തിൽ നിന്ന് രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാർ നിരന്തരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോവുകയും അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സഹായങ്ങൾ സ്വീകരിക്കുകയും പതിവായി സന്ദർശനം നടത്തുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും നേതാക്കൾ. LDF-നും UDF-നും സ്ഥിരമായിട്ട് പ്രവാസ ലോകത്ത് പോയി വിദേശ രാജ്യങ്ങളിൽ പോയി അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്ന രീതിയുണ്ട്. പക്ഷെ ഇവരങ്ങോട്ട് എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? സംസ്ഥാന മുഖ്യമന്ത്രി ഇന്നേ വരെ വിദേശത്തെ ഒരു ലേബർ ക്യാമ്പിലും സന്ദർശനം നടത്തിയിട്ടില്ല. എങ്ങനെയാണ് തൊഴിലാളികൾ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നത്? അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ കേരളത്തിലെ പ്രവാസി വകുപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്? ഗൾഫിലൊരു പ്രശ്നത്തിൽപ്പെട്ടാൽ ആരാണ് അവരെ സഹായിക്കുന്നത്? ഗൾഫ് രാജ്യങ്ങളിലെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സഹായവും നോർക്കയും അതുപോലെ കേരളത്തിലെ പ്രവാസി വിഭാഗവും ചെയ്തതായിട്ട് ആരും തന്നെ പറയുന്നില്ല. ഒരു സഹായവും കേരളത്തിന്റെ ഭാഗത്തുനിന്നില്ല. ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരെ ഒന്ന് കാണാൻ പോലും മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി ഏത് വിദേശ രാജ്യത്ത് പോകുമ്പോഴും മടങ്ങി വരുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ വഴിയാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോഴും മുഖ്യമന്ത്രി പോകുമ്പോഴോ വരുമ്പോഴോ കുറച്ച് ദിവസം ഗൾഫ് രാജ്യങ്ങളിൽ തങ്ങിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇന്നേ വരെ പ്രവാസികളുടെ ഒരു പ്രശ്നത്തിലും
ഇടപെട്ടതായിട്ട് കണ്ടിട്ടില്ല. പ്രവാസികൾ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചതായിട്ടും കണ്ടിട്ടില്ല. ഈ ലോക കേരള സഭയ്ക്ക് യൂസഫ് അലി വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. അവരൊക്കെ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട്, ഞാനില്ലെന്നൊന്നും പറയുന്നില്ല. യൂസഫ് അലിയും രവിപിള്ളയും ധാരാളം വ്യവസായികൾ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട്, ഇത് പ്രവാസ ലോകത്തുള്ള വ്യവസായികൾ. അതൊന്നും ഈ ലോക കേരള സഭയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടൊന്നുമല്ല. അവർ ആദ്യകാലം മുതലേ തന്നെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്, മലയാളികളെ സഹായിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നിലവിൽ പേരുള്ള കുറച്ച് വ്യവസായികൾ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ഒഴിച്ചാൽ കഴിഞ്ഞ 4 വർഷമായി നടന്ന ലോക കേരള സഭയുടെ എന്താണ് അതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് വന്നിരിക്കുന്നത്? സർക്കാർ അത് വ്യക്തമായിട്ടും വെളിപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 3-4 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ലോക കേരള സഭ ഇത്രയും ഒരു ആവേശത്തിൽ സർക്കാർ നടത്തുന്നത്? നമുക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മുതലുള്ള ചരിത്രം അറിയാം. ജിം ഏറ്റവും വലിയ ഒരു, അന്നാണ് പ്രധാനമന്ത്രിയായിരുന്ന അതിന്റെ ഉദ്ഘാടനത്തിനാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി വരവേൽപ്പ് സിനിമയെ കുറിച്ചെല്ലാം പറഞ്ഞത്. ആ കാലം മുതലുള്ള കേരളത്തിന്റെ അനുഭവം നോക്കിയാൽ ഓരോ കൊല്ലവും നിക്ഷേപം കുറഞ്ഞു വരികയാണ്. ഓരോ കൊല്ലവും സംരംഭകർ ഇവിടുന്ന് ഓടുകയാണ്. കേരള ഗവൺമെന്റ് വിദേശത്ത് നിന്ന് ജീവിക്കുന്ന മലയാളികളുടെ, പ്രവാസി ഇന്ത്യക്കാരുടെ നിക്ഷേപം ആകർഷിക്കുന്നതിൽ, അവർക്ക് പ്രോത്സാഹനം നൽകുന്നത്, ഇവിടെ ഏകജാലകം പോലുള്ള വലിയ പല കൺകെട്ട് വിദ്യകളും പറഞ്ഞവരാണ്. ഒരാൾക്ക് പോലും ഒന്നിനും കാത്തിരിക്കേണ്ടി വരില്ല. പക്ഷെ ഇവിടെ വ്യവസായം തുടങ്ങിയവരിൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. 2-3 ആത്മഹത്യകൾ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ആത്മഹത്യകളാണ്. പ്രവാസി മലയാളികളുടെ വ്യവസായം തുടങ്ങിയിട്ട് സംരംഭം ആരംഭിച്ചതിന് ശേഷം സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരളത്തിൽ വലിയ ശേഷി ഉണ്ടായിരുന്ന ഒരു പ്രമുഖനായിട്ടുള്ള വ്യവസായി, ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. കേരളത്തിലെ എല്ലാ ബിസിനസ് സംരംഭങ്ങളും ആരംഭിച്ച അദ്ദേഹം ആന്ധ്രയിലേക്കും തെലങ്കാനയിലേക്കും പോയിരിക്കും. അപ്പൊ എന്തിനാണ് ഈ ലോക കേരള സഭ എന്നുള്ള ചോദ്യം ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. ഇപ്പോ സർക്കാരിന്റെ ഏത് നടപടികൾ എടുത്താലും കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. അല്ലാതെ കുവൈത്തിൽ പോയിട്ട് എന്തെങ്കിലും സഹായം മലയാളികൾക്ക് ചെയ്യാൻ എന്നുള്ള ധാരണയിലല്ല ശ്രീമതി വീണ ജോർജിനെ കുവൈത്തിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. വിദേശ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബന്ധങ്ങളുണ്ട്. ഞാനിത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യൻ യൂണിയൻ അതിന്റെ വിദേശകാര്യ മന്ത്രാലയവും മുന്നോട്ട് വച്ചിട്ടുള്ള പല മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ഇതുപോലെ പല നടപടികളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യത്തെ സംഭവമല്ല. UAE കോൺസുലേറ്റുമായിട്ടും GCC രാജ്യങ്ങളിലെ മറ്റ് പല വിദേശ കോൺസുലേറ്റുമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ കേരള സർക്കാർ നേരിട്ട്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല, നേരിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. UAE കോൺസുലേറ്റിൽ നേരെ മന്ത്രിമാർ കയറി ഇറങ്ങുന്നു, നേരെ സ്പീക്കർ കയറി ഇറങ്ങുന്നു. UAE കോൺസുലേറ്റുമായിട്ട് കേരള സർക്കാരിന്റെ പ്രതിനിധികൾ, മന്ത്രിമാര്, സ്പീക്കർമാരൊക്കെ നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇത് നടപ്പില്ല. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റുകൾക്കില്ല. അതിനാണ് വിദേശകാര്യ മന്ത്രാലയം ഉള്ളത്. പക്ഷെ സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഒരു വേറെ രാജ്യമാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നുള്ള ഒരു നിലപാടാണ് കേരള ഗവൺമെന്റ് എടുക്കുന്നത്. റെഡ് ക്രസന്റ് എന്ന ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടേക്ക് വായ്പ എടുക്കാൻ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട്, നയതന്ത്ര ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നേരിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വായ്പ എടുക്കാൻ പോകുന്നു.
റെഡ് ക്രസന്റുമായി ചേർന്ന് ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നു. എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പ്രളയകാലത്ത് നേരിട്ട് പോയിട്ട് പണപ്പിരിവ് നടത്തുന്നു. നേരിട്ട് ഞങ്ങൾ കേരളം, ഇത് വേറൊരു സ്റ്റേറ്റാണ്, ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ്. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയാണ്. അതിനാവശ്യമായിട്ടുള്ള ചട്ടക്കൂടുകളും നിയമങ്ങളും ഉണ്ട്. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റ്, ഇവിടെ പ്രവർത്തിക്കുന്ന കോൺസുലേറ്റുമായിട്ടും എംബസിയുമായിട്ടുമൊക്കെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഞങ്ങൾ ചേട്ടാ എന്താ പറഞ്ഞെന്ന് കട്ടിംഗ് സൗത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്റ്റേറ്റാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല എന്നാണ് പലപ്പോഴും കേരളം എടുക്കുന്ന ഒരു സമീപനം. എന്നിട്ട് അതിന് നടക്കാതെ വരുമ്പോൾ കേന്ദ്രം കേരളത്തെ അപമാനിക്കുന്നു. ഒരു ചെറിയ സംഭവമല്ല ഇത്. കാരണം മുഖ്യമന്ത്രി അതിനെ മറ്റൊരു തലത്തിലേക്ക്, കേന്ദ്രം കേരളത്തെ എന്തോ അപമാനിക്കുന്നു എന്നുള്ളൊരു തലത്തിലേക്ക് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു പ്രചരണമാണ്. കുവൈത്തിൽ സംഭവം ഉണ്ടായപ്പോ ഇന്നേ വരെ നാം കേട്ടിട്ടില്ല. എല്ലാ നിരീക്ഷകന്മാരും വിദഗ്ധന്മാരും പറയുന്നത് എങ്ങനെ പോയാലും ഒരു 10 ദിവസം 12 ദിവസം എടുക്കുമായിരുന്നു. അറിയാലോ, ഗൾഫ് രാജ്യങ്ങളിലെ അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ ഉള്ള നിയമത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോ ദിവസവും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അപകടങ്ങളും. കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. ലോ കേരള സഭയുമായി ബന്ധപ്പെട്ട പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ഈ വാർത്ത